സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ മരം വീണ് നിരവധി വീടുകൾ തകർന്നു. കണ്ണൂർ ചെറുപുഴയിലും എറണാകുളം പുതുക്കയിലും വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കടലുണ്ടിയിലും കോന്നി കുപ്പക്കരയിലും മരം വീണ് വീടുകളുടെ മേൽക്കൂര തകർന്നു. ഇടുക്കി ദേവികുളത്ത് വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീണു. അടിമാലി വാളറയിൽ സ്കൂൾ ബസിന് മുകളിലേക്ക് മരം വീണു. പത്തനംതിട്ട അരയാഞ്ഞിലി മണ്ണിൽ കോസ്വേ വെള്ളത്തിൽ മുങ്ങി 400 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്തനംതിട്ട ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. ആ മഴയുടെ പ്രാഥമികമായി പമ്പയിൽ വെള്ളം കയറുന്ന കോസ്വേകളിൽ ഒന്നാണ് അരിയാഞ്ഞിലമണ്ണ് കോസ്വേ. ആ കോസ്വേയുടെ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. പമ്പാ നദി എത്രത്തോളം സംഹാര താണ്ഡവമാണ് ഇവിടെ ആടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ നദിയിലെ ഈ മേഖലയിലെ വെള്ളത്തിനനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ ഗതി, ഈ കോസ്വേ മുങ്ങിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ മേഖലയിലേക്ക് വെള്ളം കയറിയോ അതിനനുസരിച്ചിരിക്കും മറ്റു മേഖലകളിൽ. പമ്പാ നദിയുടെ മറ്റത് റാന്നി ആയിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും, കോഴഞ്ചേരി ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും വെള്ളം കൂടുതൽ ഉയരുന്നത് അത് ഈ ഒരു ഗതി നിർണ്ണയിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഈ നാട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് പാലം അരയാഞ്ഞിലിമണ്ണുകാർ എന്ന് പറഞ്ഞാൽ 500 വീടിന് മുകളിൽ താമസക്കാരുള്ളതാണ്. അവരുടെ ഏക ആശ്രയം ഈ പാലമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അത് ഇത്ര വെള്ളം പൊങ്ങുമ്പോൾ തന്നെ പാലം മൂടുകയാണ്. അതിനുവേണ്ടി താഴെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു, അതും 18-ലെ പ്രളയത്തിന് പോയി. അത് കഴിഞ്ഞ് പൊതുജനം കൂടി അതൊരു പാലം പണിയാൻ തീരുമാനിച്ചു. പണി നടന്നുകൊണ്ടിരുന്നതിനിടയ്ക്ക് ജനപ്രതിനിധികൾ വന്ന് അവർ പണിതോളാം എന്നുള്ള നിലയിൽ അത് നിർത്തിച്ചു. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ ഇത്ര വെള്ളം പൊങ്ങുമ്പോഴേ ഈ പാലം മൂടി. എത്രത്തോളം കുടുംബങ്ങൾ ഉണ്ടാവും അവർക്ക് ഈ പഞ്ചായത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി, വെച്ചിച്ചോറിലേക്കൊക്കെ എത്തിപ്പെടാൻ? അവിടെ 500-ൽ പരം കുടുംബക്കാരുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം 1-2 ദിവസമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഫുഡും കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനുള്ള നിവൃത്തിയില്ല. അത് ഇപ്പോഴത്തെ ആവശ്യം അവരെ എങ്ങനെയാലും രക്ഷിക്കാനുള്ള മാർഗം നോക്കുക എന്നുള്ളത്. അവർക്ക് മറ്റു മേഖലയിലേക്ക് എത്തിപ്പെടണം, അങ്ങോട്ടൊക്കെ എത്തിപ്പെടാനുള്ള ചുറ്റും വനമാണ്. ചുറ്റും വനമാണ്. അതായത് ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ടൊരു മേഖല തന്നെയാണ് ഈ അരിയാഞ്ഞിലാമണ്ണ മേഖല. അതപ്പോൾ ഈ കോസ്വേ മുങ്ങിയാൽ, ഈ ചപ്പാത്ത് മുങ്ങിയാൽ പിന്നെ മറ്റു മാർഗ്ഗങ്ങളില്ല. ഇപ്പോൾ ഇതിലൂടെ വേണമെങ്കിൽ ശ്രമകരമായി നടന്ന് അപ്പുറത്തോട്ട് പോകാം. അതും ഭയങ്കര റിസ്ക്കാണ്, ശ്രമകരമായി നടന്ന് അപ്പുറത്തോട്ട് പോകാം. പക്ഷേ സ്വാഭാവികമായി അതിനും ആളുകൾക്ക് മുതിരാൻ ഒരു ഇത്തിരി ഭയമുണ്ട്. കാരണം ശക്തമായ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോഴുള്ള അവസ്ഥ. ഈ പ്രദേശത്ത് 400ഓളം ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അടുത്ത കോസ്വേ മുങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ആളുകൾക്ക് തൊട്ടടുത്തോട്ട് നടന്ന് കയറാൻ വേണ്ടി മറ്റു മാർഗ്ഗങ്ങളുണ്ട്. എന്തായാലും സമാനമായ മഴ ദുരിതത്തിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ല. ഈ ഒരു ഘട്ടത്തിൽ അധികാരികളുടെ ശ്രദ്ധ ഈ മേഖലകളിലേക്ക് പതിയണമെന്ന് മാത്രമാണ് നമ്മളെ കാണുന്ന അധികാരികളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.